എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളെല്ലാവരും ഒരുപാട് പേര് കമൻറ്റിൽ ആവശ്യപ്പെട്ട വെയിറ്റ് ലോസിൻ്റെ വേറൊരു വീഡിയോ ആണ് കേട്ടോ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെയിറ്റ് ലോസ് ചെയ്യണം നമുക്ക്. അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നമ്മൾ സെൽഫായിട്ട് ഡയഗ്നോസിസ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കെല്ലാം സെൽഫായിട്ട് തന്നെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് സെൽഫായിട്ട് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇപ്പോൾ ആരോ ആയിക്കോട്ടെ, ഒരു പേഴ്സൺ നമുക്ക് വെയിറ്റ് ലോസ് വേണം, പക്ഷേ എങ്ങനെ തുടങ്ങണം, അല്ലെങ്കിൽ എവിടെ തുടങ്ങണം, യൂട്യൂബിൽ നോക്കണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോയി കാണണോ, അതിൽ എന്തെങ്കിലും ക്രാഷ് ഡയറ്റ് ചെയ്യണോ, എന്താണ് എന്നൊരു പ്രത്യേകതരം ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്ന കുറേ ആൾക്കാരെയാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, എനിക്ക് വെയിറ്റ് ഉണ്ട്, അത് ഓവർ വെയിറ്റ് ആവാം, ഒബീസിറ്റി ആവാം, എന്തുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് കൂടിയത്, അതാദ്യം നമ്മൾ ചിന്തിക്കാം. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വെയിറ്റ് വെച്ചതാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് അറിയായിരുന്നു, നേരത്തെ മെലിഞ്ഞവരാണ്, നമുക്ക് സെൽഫായിട്ട് തന്നെ അറിയാം, അത് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നാളായിട്ട് ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറി, അതുകൊണ്ടാണ് വെയിറ്റ് കൂടിയത്. അത് ഫസ്റ്റ് കാറ്റഗറി നമ്പർ 1. സെക്കൻഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഫുഡൊന്നും അങ്ങനെ കഴിക്കുന്നില്ല. കാര്യം ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെയാണ് കഴിക്കുന്നത്, റൈറ്റ് ടൈമിൽ കഴിക്കുന്നുണ്ട്, എന്നിട്ടും വെയിറ്റ് സ്ലൈറ്റായിട്ട് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവും, ഭയങ്കര ടെൻഷനാവും. സ്ത്രീകളൊക്കെ ആണെങ്കിൽ വെള്ളം കൂടി വരുമ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ വിഷമം. അങ്ങനെ നമ്മൾ പതിയെ സ്ട്രെസ്സിലോട്ടൊക്കെ പോകും. അവർ ചിന്തിക്കേണ്ടത്, ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട്, നമുക്ക് ഓരോ ആൾക്കാർക്കും ഓരോ സൈൻ ആയിരിക്കും കേട്ടോ. PCOD ഉണ്ടെങ്കിൽ വെയിറ്റ് കൂടാം, തൈറോയിഡ് ഉണ്ടെങ്കിൽ വെയിറ്റ് കൂടാം, കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും വെയിറ്റ് ഗെയിൻ ആവാം. അതിന് ചെയ്യേണ്ടത് നമ്മൾ വേറൊന്നുമല്ല, ഒരു ഫിസിഷ്യനെയോ ഒരു ഡയറ്റീഷ്യനെയോ നമ്മൾ കൺസൾട്ട് ചെയ്യുക. പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരാദ്യം ബ്ലഡിൻ്റെ ടെസ്റ്റ് നമുക്ക് പറഞ്ഞു തരും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ, തൈറോയിഡോ PCOD എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനും കൂടെ ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, വെയിറ്റ് ലോസിൻ്റെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇല്ല, അതിലെല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫർദർ നോർമലായിട്ട് ഒരാൾ എങ്ങനെയാണോ വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസ് ഡയറ്റ് എടുക്കാനായിട്ട് പറ്റും. ഇനി തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഹെറിഡിറ്ററി. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും എല്ലാം വെയിറ്റ് ഉണ്ട്, ജനിച്ചപ്പോഴേ ഇച്ചിരി ചബ്ബിയായിട്ടുള്ള ഒരാളായിരുന്നു, തീരെ വെയിറ്റ് ഒന്നും അങ്ങനെ കുറവല്ല, നന്നായിട്ട് വെയിറ്റ് ഉള്ള, മീൻസ് കുഞ്ഞിലെ വെയിറ്റ് വെച്ച് വന്ന ഒരാളാണെങ്കിൽ അതാണ് തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത്. അവർക്കായാലും വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ അല്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ ഒരു 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണ്, അപ്പോൾ ഒരു 58 ആയിരിക്കും അവരുടെ ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത്. അവർ കറൻ്റ്ലി ഒരു 100 kg ഉണ്ട് എന്ന് വിചാരിക്കാം. പക്ഷെ അവർക്കൊരിക്കലും നമ്മൾ അവരെ കറക്റ്റ് ഒരു 58 ആക്കി തന്നെ ലൈഫ് ലോങ് മൊത്തം കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല ഈ ഹെറിഡിറ്ററിക്കാർക്ക് കേട്ടോ. പക്ഷേ ഉറപ്പായിട്ടും ഒരു 70 കിലോയോ അല്ലെങ്കിൽ 80 കിലോയിലോട്ടൊക്കെ ആക്കിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് വളരെ ഈസി ആയിരിക്കും. മീൻസ് നമുക്ക് 58 കിലോ ഒക്കെ എത്തിക്കാൻ പറ്റും ഉറപ്പായിട്ടും. പക്ഷെ പിന്നീടുള്ള കുറച്ച് കാലഘട്ടം കഴിയുമ്പോഴത്തേക്കും വീണ്ടും അത് അല്പമായിട്ട് കൂടി, അത് എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഹെറിഡിറ്ററിക്കാർക്ക് നമ്മൾ എത്ര വെയിറ്റ് കുറച്ചാലും ഒരു ടൈം ഓഫ് പീരീഡ് കഴിയുമ്പോൾ വീണ്ടും ആ ഒരു കുറച്ച് വെയിറ്റ് ഗെയിൻ ആയിട്ട് വീണ്ടും ഓവർ വെയിറ്റ് ആവുമെന്നല്ല, കുറച്ച് ഇതായിട്ട് നിൽക്കും. സോ ഇതാണ് ടൈപ്പ് ഓഫ് ആൾക്കാർ കേട്ടോ. ഇനി വേറൊരു കാറ്റഗറി ഉണ്ട് കേട്ടോ, ഫോർത്ത് എന്ന് പറയുന്നത് സ്ട്രെസ് ഈറ്റിംഗ്, ഇമോഷണൽ ഈറ്റിംഗ്. അത് ഒരു സൈക്കോളജിക്കൽ പാർട്ട് കൂടെ ആഡ് ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്കറിയാം, സ്ട്രെസ് ഈറ്റിങ്ങും ഇമോഷണൽ ഈറ്റിംഗ് ഒക്കെ വരുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇഷ്യൂസ് കൊണ്ടാണ്. അപ്പം അതിന് ഉറപ്പായിട്ട് നമുക്കൊരു ഡയറ്റീഷ്യൻ്റെ സർവീസും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സർവീസും നമുക്ക് ഉറപ്പായിട്ടും ഈ രണ്ടുപേരും കൂടെ ബ്ലെൻഡ് ആയിട്ട് നിങ്ങൾക്കൊരു സർവീസ് കിട്ടുവാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, കാര്യം നിങ്ങൾക്ക് ഒരു മൈൻഡിൻ്റെ ഒരു മെഡിറ്റേഷനോ റിലാക്സേഷനോ അതിൻ്റെ ഒരു കൗൺസിലിംഗ് സെക്ഷനോ ഉണ്ടാവും, ഫുഡിൻ്റെ ഒരു പാർട്ടും ഉണ്ടാവും. സോ ക്രേവിങ്സിനെയൊക്കെ നമുക്ക് മാനേജ് ചെയ്ത് ഒന്ന് ഹെൽത്തി വേർഷനിലോട്ട് ഡൈവേർട്ട് ചെയ്ത് വിടുവാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് ലോസ് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് നമുക്ക് നിലവിലുള്ള റെയർ കേസുകൾ, ഞാൻ പറയുന്നില്ല, ഒരു കോമൺ ആയിട്ടുള്ള കേസുകളാണ്. ഇനി നമുക്ക് എന്തെങ്കിലും സർജറീസോ ആക്സിഡൻസോ അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ബെഡഡ് ആയിട്ട് കുറച്ച് നാൾ കിടക്കുക, അല്ലെങ്കിൽ സിക്കായിട്ട് ബെഡഡ് ആയിട്ട് കിടക്കുക, അപ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ട് ഗെയിൻ ആയവരുണ്ടാവും. സ്റ്റിറോയിഡ്സ് മെഡിസിൻസ് കഴിച്ചിട്ട് വെയിറ്റ് വന്നവരുണ്ടാവും. ഇപ്പോൾ സ്റ്റിറോയിഡ്സോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ ഇഷ്യൂസിനോട് വെയിറ്റിൻ്റെ അത് പതിയെ കുറഞ്ഞോളും കേട്ടോ. പക്ഷെ നമ്മൾ ഫുഡും കൂടെ കൺട്രോൾ ചെയ്യണം. ആ മെഡിസിൻ്റെ എഫക്റ്റ് പോകുമ്പോൾ നമുക്ക് പതിയെ കുറച്ച് ഓരോ മെഡിസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. ചിലത് മന്ത്സ് കൊണ്ട് മാറും, ചിലത് ഇയേഴ്സ് എടുക്കും. സോ അതുകൊണ്ട് പതുക്കെ മാറും. സോ ഇതിന് ഏതായാലും നിങ്ങൾ സെൽഫായിട്ട് ഡയറ്റ് എടുത്ത് പരീക്ഷിക്കരുത് കേട്ടോ. അപ്പോൾ രണ്ടായാലും നിങ്ങളൊരു ഡയറ്റീഷ്യനെയോ അല്ലെങ്കിൽ ഒരു ഫിസിഷ്യനെയോ കണ്ടിട്ട് നിങ്ങളുടെ കോസ് ഓഫ് റൂട്ട് എന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക. അതിലാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 3 മാസമോ 4 മാസമോ 6 മാസമോ കൊണ്ട് കറക്റ്റ് ഐഡിയൽ ബോഡി വെയിറ്റിലോട്ട് എത്താനും സാധിക്കും. നിങ്ങളുടെ ഹെൽത്തും സക്സസ് ആവും. ഇല്ല നിങ്ങൾ സ്വന്തമായിട്ട് പരീക്ഷിക്കും എന്താണെന്നറിയോ, ചിലപ്പോൾ ഒരു 3 കിലോ കൂടും, കുറയും, വീണ്ടും
ഒരു 5 കിലോ കൂടും, വീണ്ടും 2 കിലോ കുറയും. അങ്ങനെ ഒരു സസ്റ്റെയിൻ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫ്ലക്ച്വേഷൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ലൈഫ് ലോങ് മൊത്തം വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. സോ അങ്ങനെ ചെയ്യരുത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് എടുത്തിട്ട് മാത്രം വെയിറ്റ് ലോസിലോട്ട് കടക്കാം. അത് ചെറിയ വെയിറ്റ് ലോസ് ആയാലും വലിയ വെയിറ്റ് ലോസ് ആയാലും കേട്ടോ. ഏതായാലും ഹെൽത്ത് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. നമ്മുടെ എയിം എന്ന് പറയുന്നത് എപ്പോഴും ഹെൽത്തി വെയിറ്റ് ലോസ് വിത്തൗട്ട് എ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ആയിരിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലെ വീഡിയോസ് വേണമെങ്കിൽ എഗെയിൻ നിങ്ങൾ കമന്റ് ഇടുക, അടുത്ത വീഡിയോ ആഡ് ചെയ്യാം കേട്ടോ.